റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ സംഭവിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ അവസാനമായി കണ്ടതാണ്. അതായത് ഒഡേസ പോർട്ടിൽ വളരെ പ്രധാനപ്പെട്ട ഒരു അറ്റാക്ക് റഷ്യ നടത്തി. അതും തൊട്ടടുത്തുള്ള ഒരു ഏരിയയിൽ, ഒഡീസ പോർട്ടിൽ നിന്ന് വളരെ അടുത്തുള്ള ഒരു ഏരിയ. അവിടെ ആയുധങ്ങൾ കൂടാതെ അതുവഴി കൊണ്ടുവരുന്ന കണ്ടെയ്നേഴ്സിന് വയ്ക്കുന്ന ഒരു സ്ഥലം. ഇപ്പൊ റീസെന്റ് ഈ അറ്റാക്കിനെ കുറിച്ചുള്ള ഒരു റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. കൂടാതെ കുപ്പിയാൻസിൽ ഉക്രൈൻ ചെയ്ത അല്ലെങ്കിൽ ഉക്രൈൻ സെറ്റ് ചെയ്യാൻ വിചാരിച്ച ഒരു നറേറ്റീവ് അവിടെ ബ്രേക്ക് ആയിട്ടുണ്ട്. ഇവ രണ്ടും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഉക്രൈൻ സെറ്റ് ചെയ്യാൻ വിചാരിച്ച പ്രൊപ്പഗണ്ട അവർക്ക് തന്നെ ബാക്ക് ഫയർ ആയിട്ടുണ്ട്. എല്ലാം ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. ഒഡീസ ഭാഗത്ത് റഷ്യ നടത്തിയ ആക്രമണം ഇന്ന് ലോകം മുഴുവനുമുള്ള മാധ്യമങ്ങളിൽ ടോപ്പ് ഹെഡ്ലൈൻസായി മാറിയിട്ടുണ്ട്. കാരണം ഒഡീസയിൽ മാത്രമല്ല ഈ ആക്രമണം നടത്തിയത്, തൊട്ടടുത്തുള്ള ചില പ്രധാനപ്പെട്ട പ്രദേശങ്ങളിലും ഈ ആക്രമണം നടന്നിട്ടുണ്ട്. ഞാനൊരു ഏരിയയെ കുറിച്ച് പറഞ്ഞിരുന്നു, ക്രോണോമോസ്ക് എന്ന പ്രദേശം. ഇത് ഒഡീസയിൽ നിന്ന് വളരെ അടുത്തുള്ളൊരു പ്രദേശമാണ്. ആ ഒരു സ്ഥലത്തുണ്ടായ ഇമ്പാക്റ്റ് അല്ലെങ്കിൽ അവിടെ എത്രത്തോളം നാശമുണ്ടായി എന്നുള്ളതിൻ്റെ ഒരു വ്യക്തമായ റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട്. ഇതിൽ നമ്മൾ ആദ്യം ആരംഭിക്കാൻ പോകുന്ന ഒരു കാര്യം, തുർക്കിയുടെ ചരക്ക് കപ്പലുകൾ, ഏകദേശം ഒരു 3 കപ്പലുകൾ ഈ ഒഡീസ പോർട്ടിൽ നടന്ന ആക്രമണത്തിൽ പൂർണ്ണമായി നശിപ്പിക്കപ്പെട്ടതായി. തുർക്കിയുടെ ഭാഗത്ത് നിന്ന് സംബന്ധിച്ച് യാതൊരു വിവരവും പുറത്തു വന്നില്ലല്ലോ. റഷ്യയിൽ നിന്ന് വാങ്ങിയ അടി തുർക്കി മറച്ചു വെക്കുകയാണോ, അല്ലെങ്കിൽ റഷ്യ തുർക്കിയുടെ കപ്പലുകളെ ആക്രമിച്ചില്ലേ എന്നൊരു സംശയം പലർക്കും വരും. പക്ഷെ അത് സത്യമല്ല. തുർക്കിയുടെ ഷാഡോ ഫ്ലീറ്റിന് സ്വന്തമായ 3 പ്രധാനപ്പെട്ട ചരക്ക് കപ്പലുകൾ പൂർണ്ണമായും റഷ്യൻ ആക്രമണങ്ങൾക്ക് ഇരയായിട്ടുണ്ട്. ഇങ്ങനെ പറയുന്നതിനേക്കാളും അത് പൂർണ്ണമായി നശിച്ചു എന്ന് തന്നെ പറയാം. ഒരു ദിവസം മുൻപ് ഒരു 2:30 മണിയോടുകൂടിയാണ് ഈ കപ്പലിനെ കുറിച്ചുള്ള വാർത്തകൾ ആദ്യമേ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. എന്നാൽ ഇന്ന് വരെയും ഈ ഒരു കപ്പലുകളുടെ എക്സാക്ട് ഐഡന്റിറ്റി ട്രേസ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. സെലൻസ്കി 3 കപ്പലുകൾ നശിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ഷാഡോ ഫ്ലീറ്റിന് സ്വന്തമായ കപ്പലുകൾ എന്ന് പറഞ്ഞിട്ടില്ല. ചില പ്രധാനപ്പെട്ട പ്ലാറ്റ്ഫോംസിൽ നമുക്ക് ഈ കപ്പലുകളെ ട്രാക്ക് ചെയ്യാനൊക്കെ സാധിക്കും. അതിൽ ഈ ബ്ലാക്ക് സീയിലുള്ള ട്രാഫിക് ഡീറ്റെയിൽസ് എടുത്ത് നോക്കിയാലും ഈ കപ്പലുകൾ അവിടെ ലിസ്റ്റ് ആയിട്ടില്ല. പക്ഷേ വിഷ്വൽ ഫുട്ടേജിൽ 3 കപ്പലുകൾ അവിടെ പതിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ട്രാക്ക് ചെയ്യാൻ കഴിയാത്ത കപ്പലുകൾ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് ഷാഡോ ഫ്ലീറ്റിന് സ്വന്തമായ കപ്പലുകൾ തന്നെ ആകണം. ശരി, അപ്പോൾ ഈ 3 കപ്പലുകളിൽ എന്താണ് ഉണ്ടായിരുന്നത്? 1 ടാങ്കർ, 2 കാർഗോ. അപ്പോൾ ടാങ്കർ കപ്പലുകളിൽ ഒരു പക്ഷേ കൃഷി ചെയ്യാനുള്ള സാധനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. ഒന്നുകിൽ ആ കപ്പലിൽ ക്രൂഡ് ഓയിൽ സംബന്ധിക്കുന്ന വസ്തു അകത്ത് ഉണ്ടായിരുന്നിരിക്കണം. അതുകൊണ്ട് നമുക്ക് കപ്പൽ അങ്ങനെ മാറ്റിവെക്കാം. കാരണം ഉക്രൈന് ഇത് ഇതിനകം തന്നെ ലഭിക്കുന്നുണ്ട്. ഇത് ഇല്ലെന്ന് വെച്ച് അവർക്ക് വലിയ മാറ്റമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. എന്നാൽ ആ ബാക്കിയുള്ള 2 കപ്പൽ, അതിൽ ഒന്ന് പാർഷ്യലി ഡാമേജ് ആണ്. മറ്റൊരു കപ്പൽ അത് അനങ്ങാൻ പോലും കഴിയാത്ത അളവിൽ അതിൻ്റെ പ്രൊപ്പല്ലർ, ആ ഇടമാണ് റഷ്യൻ ആക്രമണങ്ങൾക്ക് ന്യൂട്രലൈസ് ആയത്. ഒരു കപ്പൽ പാർഷ്യലി മുങ്ങാൻ തുടങ്ങിയെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഈ 2 കപ്പലുകളിൽ അകത്ത് എന്തുണ്ടായിരുന്നു എന്ന് ഇപ്പോഴും അറിയില്ല. ഈ കപ്പലിനെ റഷ്യ ഡബിൾ ടാപ്പ് സ്ട്രൈക്കിൽ ആക്രമിച്ചിട്ടുണ്ട്. ഡബിൾ ടാപ്പ് സ്ട്രൈക്ക് എന്ന് പറഞ്ഞാൽ ആദ്യം ഡ്രോണുകളെ വെച്ച് കപ്പലുകളെ ലൊക്കേറ്റ് ചെയ്യും. കാരണം തൊട്ടടുത്ത് ഒരുപാട് നെറ്റ്വർക്ക് ഉണ്ട്, തൊട്ടടുത്ത് ഒരുപാട് കണ്ടെയ്നേഴ്സും ഉണ്ട്. റഷ്യ ഒരു സ്ട്രൈക്ക് ചെയ്യുന്നു എന്ന വിവരം മുൻകൂട്ടി തന്നെ ഉക്രൈന് ലഭിച്ചതുകൊണ്ട് ആ കപ്പലുകളെ വളരെ വേഗത്തിൽ ആ തുറമുഖം വിട്ട് പുറത്തേക്ക് കൊണ്ടുപോകാൻ അവർ ശ്രമിച്ചു. അപ്പോഴാണ് റഷ്യ അതിനെ ആക്രമിച്ചത്. ഇനി എന്തിന് ഈ ഡബിൾ ടാപ്പ് സ്ട്രൈക്കിലൂടെ ആക്രമിച്ചു എന്ന് ചോദിച്ചാൽ, ഒരു കപ്പൽ തുറമുഖം വിട്ട് പുറത്തേക്ക് വരുന്നതിന് മുൻപ് അതിനെ നങ്കൂരമിട്ട് നിർത്തിയിരിക്കുമ്പോൾ അതിൽ ആക്രമിക്കുന്ന ഒരു ആക്യുറസി ഇത് കൃത്യമായിരിക്കും. കപ്പലിനെ എവിടെയാണോ ലക്ഷ്യം വയ്ക്കുന്നത് അവിടെ തന്നെ മിസൈൽ വെച്ച് ആക്രമിക്കാൻ കഴിയും. എന്നാൽ ആ ഹാങ്ങറിൽ നിന്നും അതിനെ കൊണ്ടുപോയി ആ നങ്കൂരം മാറ്റിയ കപ്പൽ അനങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ലക്ഷ്യം വയ്ക്കുന്ന സ്ഥാനത്തായിരിക്കില്ല കപ്പൽ ആക്രമിക്കപ്പെടുക. ആക്യുറസി ഇവിടെ കുറവായിരിക്കും. അപ്പോൾ തൊട്ടടുത്തുള്ള മറ്റേതെങ്കിലും സിവിലിയൻ കപ്പൽ നശിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അറ്റ് എ ടൈം ഈ 3 കപ്പലുകളെയും റഷ്യ നശിപ്പിച്ചിട്ടുണ്ട്. ആദ്യം 5-ലധികം ഡ്രോണുകൾ ഈ കപ്പലിൽ വന്ന് ആക്രമിച്ചു. അതിനുശേഷം അതിലൂടെ വരുന്ന ഇൻഫ്രാറെഡ് വേവ്സ് ഉണ്ടല്ലോ, അതായത് ഒരു കപ്പലിൽ ഡ്രോൺ ആക്രമണം നടത്തിയാൽ അവിടെ വലിയൊരു തീ ക്രിയേറ്റ് ആകും. അങ്ങനെ തീ ഉണ്ടായതിനു ശേഷം ആ ചൂട് മനസ്സിലാക്കുന്ന ട്രാക്കിംഗ് ഡിവൈസ് ഈ ഇസ്കാന്ദർ മിസൈലിലുണ്ട്. അതിനെ ഫോളോ ചെയ്ത് വന്ന് അതേ സ്ഥലത്ത് തന്നെ, എവിടെയാണ് ഡ്രോൺ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയത് അതേ സ്ഥലത്ത് തന്നെ ഇസ്കാന്ദർ മിസൈൽസ് വന്ന് അടിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഉണ്ടായ ആ ഒരു തീ, കപ്പലിലുണ്ടായ തീ കത്തുന്ന രീതിയെല്ലാം വെച്ച് നോക്കുമ്പോൾ ആയുധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. അങ്ങനെ ആയുധങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ കപ്പൽ പൂർണ്ണമായും പൊട്ടിത്തെറിക്കുമായിരുന്നു. പക്ഷെ അകത്ത് നിന്നും തീ കത്തുകയാണ്. അപ്പോൾ ഇവർക്ക് ആവശ്യമായ വെടിമരുന്നുകൾ, ആയുധങ്ങൾ നിർമ്മിക്കാനുള്ള വെടിമരുന്നോ മറ്റെന്തോ ഉൽപ്പന്നങ്ങളോ ഒക്കെ ആ കണ്ടെയ്നറിൽ ഉണ്ടാകാനുള്ള സാധ്യതയാണ് കൂടുതൽ. നേരിട്ട് ആയുധങ്ങൾ കൊണ്ടുവരാതെ ആയുധങ്ങൾ നിർമ്മിക്കാൻ ആവശ്യമായ വസ്തുക്കൾ കപ്പലിൽ വെച്ച് കൊണ്ടുവന്നിരിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. രണ്ടാമത്തെ കാര്യം കുപ്പിയാൻസിനെ കുറിച്ചാണ്. തുർക്കിയുടെ ഈ 3 കപ്പലുകളെ നശിപ്പിച്ചതുപോലും വലിയ കാര്യമായി ആരും സംസാരിച്ചിട്ടില്ല.
പകരം ഈ കുപ്പിയാൻസിൽ ഉക്രൈൻ ചെയ്ത കാര്യമാണ് വലിയൊരു ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നത്. സെലൻസ്കിയുടെ ഡമ്മി ചെയ്യണം അല്ലെങ്കിൽ മോക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നില്ല. ഇതുവരെയും അദ്ദേഹം എടുത്ത ഫോട്ടോസിന്റെ ലിസ്റ്റൊക്കെ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അടുത്ത കുറച്ച് ദിവസത്തിൽ തീർച്ചയായും ആ ഒരു നഗരം സെലൻസ്കിയുടെ നിയന്ത്രണത്തിലായിരിക്കില്ല, ഉക്രൈന്റെ നിയന്ത്രണത്തിൽ കാണില്ല. ഞാൻ അവസാനം പറഞ്ഞിരുന്നു, ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ വെച്ച് നോക്കുമ്പോൾ മുകളിൽ ഈ നശിച്ച ഡാം ആയിരുന്നു, ആ ഡാമിലെ വെള്ളം താഴേക്ക് വരുന്ന സ്ഥലം. ആ സ്ഥലത്ത് നിന്നാണ് സെലൻസ്കി ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്തത്. ഉക്രൈൻ സർക്കാരിൽ നിന്നും ഒരു ഔദ്യോഗിക അറിയിപ്പ് വന്നിട്ടുണ്ട്. അതിലവർ പറഞ്ഞത്, കുപ്പിയാൻസിനെ ഞങ്ങൾ പൂർണ്ണമായും പിടിച്ചെടുത്തില്ല, എന്നാൽ കുപ്പിയാൻസിന്റെ ഔട്ടേൺ സ്കേർട്സിനെ ഇപ്പോൾ ഞങ്ങൾ ക്യാപ്ചർ ചെയ്തു. ഈ ക്യാപ്ചർ ചെയ്ത സ്ഥലത്ത് നിന്നാണ് സെലൻസ്കി ഫോട്ടോ എടുത്തിട്ടത്. ആ സ്ഥലത്ത് ഇന്റർനാഷണൽ ജേർണലിസ്റ്റ് ആർക്ക് വേണമെങ്കിലും വരാം. ഇങ്ങനെ പുടിൻ മുൻപ് നൽകിയ ഒരു സ്റ്റേറ്റ്മെന്റിനെ കളിയാക്കിക്കൊണ്ടാണ് ഇവരുടെ ഒരു സ്റ്റേറ്റ്മെന്റ് നൽകിയത്. പുടിൻ നൽകിയ സ്റ്റേറ്റ്മെന്റ് എന്തെന്നറിയണ്ടേ? ഡിസംബർ മാസം 2-ാം തീയതി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അദ്ദേഹത്തിന്റെ ഒരു പ്രസ് റിലീസിൽ പറഞ്ഞിരുന്നു, കുപ്പിയാൻസ് ഞങ്ങളുടെ നിയന്ത്രണത്തിലേക്ക് വന്നു. ഇന്റർനാഷണൽ ജേർണലിസ്റ്റ് ആർക്ക് വേണമെങ്കിലും ഇവിടെ വന്ന് കാണാം. കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ സാഹചര്യം മനസ്സിലാകും. ഇത് പൂർണ്ണമായും ഞങ്ങളുടെ നിയന്ത്രണത്തിൽ വന്നോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകുമെന്ന രീതിയിൽ അദ്ദേഹം സംസാരിച്ചിരുന്നു. അതിനെ കളിയാക്കുന്ന രീതിയിലാണ് ഇവരിപ്പോൾ സംസാരിച്ചത്. പക്ഷെ ഇവർ നൽകിയ കണ്ടന്റ് തന്നെ അവർക്കിപ്പോൾ തിരിച്ചടിയായി മാറിയിട്ടുണ്ട്. വ്യക്തമായി തന്നെ പറയാം. ആദ്യം ഈ ഔട്ടേൺ സ്കേർട്സ് എന്താണെന്ന് ചോദിച്ചാൽ സബർബൻ ഏരിയകളാണ്. എന്ന് വെച്ചാൽ ഈ നഗരത്തിന്റെ കേന്ദ്രഭാഗത്തിന് പുറത്തുള്ള പക്ഷെ നഗരവുമായി അടുത്ത ബന്ധമുള്ള പ്രദേശങ്ങളാണ്. ഇപ്പോൾ ട്രിവാൻഡ്രം തന്നെ എടുക്കുകയാണെങ്കിൽ കഴക്കൂട്ടം, ശ്രീകാര്യം, ഉള്ളൂർ, വട്ടിയൂർക്കാവ്, കേശവദാസപുരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ പോകാം. ഇതുപോലെ കുപ്പിയാൻസിനടുത്തും ഇതുപോലെ ഒരുപാട് പ്രദേശങ്ങളുണ്ട്. അതിലേതോ ഒരു പ്രദേശത്ത് നിന്നാണ് സെലൻസ്കി സെൽഫി എടുത്ത് ഷെയർ ചെയ്തിരിക്കുന്നത്. ഇത് എന്റെ ഗസ്സിംഗ് അല്ല, ഒരുപാട് വാർ ടൈം അനലിസ്റ്റുകൾ സംസാരിച്ച പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണിത്. കാരണം ഇതിനു മുൻപ് സെലൻസ്കി എടുത്ത ഫോട്ടോസ് ഒക്കെ പൂർണ്ണമായും ഒരു വീഡിയോ പോലെ ഉണ്ടാകും, അത് കുറെ മിനിറ്റുകൾ ഉണ്ടാകും. എങ്ങനെ അവർ ആ സ്ഥലം ആക്സസ് ചെയ്തു എന്നൊക്കെ കാണിക്കും. അതിനെ റഷ്യയുടെ പക്കൽ നിന്നും ഞങ്ങൾ പിടിച്ചെടുത്തു, അതൊക്കെ വലിയ രീതിയിൽ കാണിക്കണം എന്നതിന് വേണ്ടി ഒരുപാട് ഫൂട്ടേജസും ഒരുപാട് ക്ലിപ്പുകളും അതിൽ ആഡ് ചെയ്തിട്ടുണ്ടാകും. വീഡിയോ ആയിട്ട് അത് റിലീസ് ചെയ്യും. പക്ഷെ ലാസ്റ്റ് വന്ന ഒരു വീഡിയോ കണ്ടാൽ മനസ്സിലാകും, 1 മിനിറ്റ്, 1-1.5 മിനിറ്റ് മാത്രമേ ഉള്ളൂ. അതിൽ 2 ഫോട്ടോ ഫ്രെയിം മാത്രമാണ് കാണിച്ചത്. അതും ഈ കുപ്പിയാൻസ്ക് എന്ന് അവർ ക്ലെയിം ചെയ്യുന്ന സ്ഥലത്തെ റെപ്രസെന്റ് ചെയ്തവർ കാണിച്ചിട്ടുള്ളത്. പിന്നിലായിട്ട് ആ സ്ഥലത്തിന്റെ ഐഡന്റിറ്റി കാണിക്കുന്ന പോലത്തെ ഒരു ബിൽഡിങ്ങോ മറ്റു സ്ഥലങ്ങളോ ഒന്നും കാണിച്ചിട്ടില്ല. സാധാരണ ഈ കുപ്പിയാൻസിനെ സംബന്ധിച്ചിടത്തോളം 3-ലധികം ജിയോ ലൊക്കേറ്റഡ് സൈറ്റ്സ് ഉണ്ട്. അവിടെ നിന്ന് ഒരു ഫോട്ടോ പുറത്ത് വിട്ടിരുന്നു എന്നുണ്ടെങ്കിൽ അതിനെ ഈസിയായി ലൊക്കേറ്റ് ചെയ്തിരിക്കാൻ കഴിയും. പക്ഷെ അങ്ങനെ ഒന്നും തന്നെ ഇല്ലാതെ ജസ്റ്റ് നോർമലായി ഒരു വീഡിയോ റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കുപ്പിയാൻസ്ക് അല്ല എന്ന തീരുമാനത്തിലാണ് നമ്മെ തള്ളിവിടുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ചോദിക്കാം, നിനക്ക് എങ്ങനെ ഇത് പറയാൻ സാധിക്കും? നീ മിലിറ്ററി അനലിസ്റ്റ് ആണോ? ഇതിനെന്താണ് തെളിവെന്നൊക്കെ ചോദിച്ചാൽ, റെഗുലറായി നിങ്ങളൊരു കാര്യം ഫോളോ ചെയ്യുമ്പോൾ അതിൽ സംഭവിക്കുന്ന ഓരോ ചെറിയ ചലനവും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് എന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുന്ന കാര്യമല്ല. പ്രാക്ടിക്കലായി നിങ്ങൾ തന്നെ ഒരു കാര്യം ചിന്തിക്കുക. നിങ്ങൾ താഴെ കുഴിയിലാണുള്ളത്, അല്ലെങ്കിൽ താഴെയുള്ള ഒരു പ്രദേശത്താണുള്ളത്. നിങ്ങൾക്കൊരു 10 വീട് മാറിയുള്ള ഒരു വീട്, അത് വളരെ ഉയരത്തിലാണുള്ളത്. ആ വീട്ടിലുള്ള ഒരു ജലസംഭരണി നശിച്ചു. അവിടെയുള്ള മുഴുവൻ വെള്ളവും നേരെ വരുന്നത് നിങ്ങളുടെ വീട്ടിലേക്കായിരിക്കും. അപ്പോൾ നിങ്ങളുള്ള പ്രദേശം ഒരു ഫ്ലഡ് പ്രദേശം പോലെയാകും. അതുപോലൊരു പ്രദേശമാണ് കുപ്പിയാൻസ്. ഈ കുപ്പിയാൻസിൽ ഇതിനകം റഷ്യൻ സൈന്യം ഇല്ല എന്ന് റഷ്യയ്ക്കും അറിയാം, ഉക്രൈനും അറിയാം. കാരണം വെള്ളത്തിൽ അവരെ കൊണ്ട് നിൽക്കാൻ കഴിയില്ലല്ലോ. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അകത്തേക്ക് കടന്നൊരു സെൽഫി എടുത്തിട്ട് ഇതിനെ ഞങ്ങൾ പിടിച്ചെടുത്തുവെന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ പ്യൂറസ്റ്റ് ഫോം ഓഫ് പ്രൊപ്പഗണ്ട കാണില്ല. അതാണിപ്പോൾ സെലൻസ്കി ചെയ്യുന്നത്. കാത്തിരുന്ന് കാണാം. ഒരുപക്ഷെ ഇനി അത് ശരിയാണെങ്കിൽ പോലും ഇനി എത്ര ദിവസം ആ നഗരം അദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ടാകുമെന്ന്. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. കൂടുതൽ അപ്ഡേറ്റ്സിനായി വോയിസ് ഓഫ് വിക്കി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.